ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എടുക്കുന്ന ക്ലാസ് ഫിസിക്സ് ആണ്. 8th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റ് മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പലതരം അളവുകളും യൂണിറ്റുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല സന്ദർഭങ്ങളിലായി നമ്മൾ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഓരോ സെൻറ്റൻസായി വായിച്ച് അതിൻ്റെ മീനിങ് പറയുന്നില്ല, എങ്കിൽ വീഡിയോ ലെങ്തിയാകും. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് കുറിച്ചെടുക്കണം. അപ്പോൾ ഈ ടെക്സ്റ്റ് ആദ്യം തന്നെ എന്താണ്, ഒരു ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്നത്. മെഷർ ദ ലെങ്ത് ഓഫ് ദ ടേബിൾ ഇൻ യുവർ ക്ലാസ് റൂം യൂസിങ് ദ പെൻസിൽ ഇൻ ഈച്ച് സ്റ്റുഡൻസ് ഹാൻഡ്. കമ്പയർ യുവർ മെഷർമെൻറ്റ് വിത്ത് ദാറ്റ് ഓഫ് അതേഴ്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതായത് കുട്ടികൾ അവരുടെ കൈവശമുള്ള പെൻസിൽ ഉപയോഗിച്ച് ക്ലാസ് റൂമിലെ ടേബിളിൻ്റെ ലെങ്ത് മെഷർ ചെയ്ത് താഴെ തന്നിരിക്കുന്ന ടേബിളിൽ എഴുതാനാണ്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, ഓരോരുത്തരും അവരുടെ കൈവശമുള്ള പെൻസിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യും, ടേബിൾ മെഷർ ചെയ്യും അല്ലേ. കമ്പയർ യുവർ മെഷർമെൻറ്റ്സ് വിത്ത് ദോസ് ഓഫ് അതേഴ്സ്. നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ മെഷർമെൻറ്റ്സ് മറ്റുള്ളവരുടെ മെഷർമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. ആർ ഓൾ മെഷർമെൻറ്റ്സ് ദ സെയിം? നമുക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേ മെഷർമെൻ്റ് ആണോ കിട്ടിയത്? നോ. വാട്ട് ഈസ് ദ റീസൺ? വൈ ആർ ദ മെഷർമെൻറ്റ്സ് നോട്ട് ഈക്വൽ? ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ലെങ്ത് ഓഫ് ദ പെൻസിൽ യൂസ്ഡ് അല്ലേ. കാരണം എന്താ, ഓരോരുത്തരും ഓരോ ഡിഫറൻസ് ഇൻ ലെങ്ത് ഓഫ് ദ പെൻസിൽ, ലെങ്തിൽ ഡിഫറൻസ് ആണ് വരുന്നത്. അവരുടെ പെൻസിലിലെ ലെങ്തിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ലെങ്ത് ഓഫ് ദ പെൻസിൽ. ഡോണ്ട് യു ഫീൽ ദാറ്റ് ഓൾ ഷുഡ് ഹാവ് ഗോട്ട് ദ സെയിം മെഷർമെൻറ്റ്? വാട്ട് ക്യാൻ വി ഡു അബൌട്ട് ഇറ്റ്? അപ്പോൾ എല്ലാവർക്കും ഒരേ മെഷർമെൻറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അടുത്ത് വേറൊന്നും കൂടി പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഒരേ മെഷർമെൻറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? മെഷർ ദ ലെങ്ത് ഓഫ് ദ സെയിം ടേബിൾ യൂസിങ് ദ റിബ്സ് ഓഫ് കോക്കനട്ട് ട്രീ ലീഫ്. ഒരു കോക്കനട്ട് ട്രീ ലീഫിൻ്റെ റിബ്സ് ഉപയോഗിച്ച്, എങ്ങനെയുള്ളതാണ്, സെയിം ലെങ്തിലുള്ള കോക്കനട്ട് ട്രീ ലീഫിൻ്റെ റിബ്സ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് മെഷർമെൻറ്റ് കിട്ടുന്നത്? എല്ലാവർക്കും എങ്ങനെയായിരിക്കും? സെയിം മെഷർമെൻ്റ് ആയിരിക്കും. കാരണം എന്താ, സെയിം ലെങ്തിലുള്ള കോക്കനട്ട് ട്രീ ലീഫാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എങ്ങനെയായിരിക്കും? സെയിം മെഷർമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇൻ ഓൾഡൻ ഡേയ്സ് ഡിഫറെൻറ്റ് സ്കെയിൽസ് വെയർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ലെങ്ത് അല്ലേ. പഴയ കാലത്ത് എന്താണ്, ലെങ്ത് മെഷർ ചെയ്യാൻ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് സ്കെയിൽസാണ് ഉപയോഗിച്ചിരുന്നത്. അതെന്തൊക്കെയാണ്, നമുക്കതെന്തൊക്കെയാണെന്ന് എഴുതാം. ഇതിൽ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. വാര, മുഴം, 1/4 ആം, അതായത് മുഴം. വേറെ എന്തൊക്കെയായിരിക്കും? യാർഡ്, ഫൂട്ട്. ഇപ്പോൾ കാൽപാദമൊക്കെ ഉപയോഗിച്ച് പണ്ടത്തെ ആൾക്കാരെന്ത് ചെയ്യും, ദൂരമൊക്കെ അളക്കാറുണ്ട്. അതുപോലെ ലെങ്ത് ബിറ്റ്വീൻ ദ തമ്പ് ആൻഡ് പോയിൻറ്റിംഗ് ഫിംഗർ. തമ്പും പോയിൻറ്റിംഗ് ഫിംഗർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡിസ്റ്റൻസ് അളക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെ പറയാം? വാര, മുഴം. അതുപോലെ മെഷറിങ് റോഡ് ഉപയോഗിച്ചിട്ട് ലെങ്ത് മെഷർ ചെയ്യും. അതിനെ കോൽ ഉപയോഗിച്ച് മെഷർ ചെയ്യുക എന്ന് പറയും, കോൽ. അപ്പോൾ കോൽ, വാര, മുഴം, കോൽ, ഫൂട്ട്, പിന്നെന്താ ഫർലോങ്. അങ്ങനെ അതൊക്കെയാണ് ഓൾഡൻ ഡേയ്സിലെ മെഷറിങ് സ്കെയിൽ. വാര, മുഴം, കോൽ, ഫൂട്ട്, യാർഡ്, ഫർലോങ്, ഇതൊക്കെയാണ്. Now try to write down the difficulties that arise due to the use of different scales in different parts of the world. അപ്പോൾ നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് സ്കെയിൽസ് ഉപയോഗിച്ച് ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടല്ലേ. കാരണം എല്ലാ മെഷർമെൻറ്റ് ഈക്വൽ ആകില്ല. പലരും പല രീതിയിലായിരിക്കും മെഷർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രോബ്ലംസ്? ആക്യുറസി കനോട്ട് ബി എൻഷേർഡ്. ഒന്നാമത്തെ എന്താണ്, ആക്യുറസി കനോട്ട് ബി എൻഷേർഡ്. നമുക്ക് ആക്യുറേറ്റ് ആയിട്ടൊരു വാല്യൂ പറയാൻ പറ്റില്ല. ഇതാണ് കൃത്യമായിട്ടൊരു വാല്യൂ പറയാൻ പറ്റില്ല. വേറെ എന്താണ്, ഡിഫിക്കൽട്ടി ഇൻ ബൈയിങ് ആൻഡ് സെല്ലിങ് ആൻഡ് കമ്പയറിങ്. നമുക്കൊരു സാധനം ബൈയിങ് ആൻഡ് സെല്ലിങ് ആൻഡ് കമ്പയറിങ്, ഇത് മൂന്നിനും, വാങ്ങാനോ വിൽക്കാനോ അതുപോലെ കമ്പയർ ചെയ്ത് പറയാനോ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ അതിനൊക്കെ ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ആക്യുറസി കനോട്ട് ബി എൻഷേർഡ്, ഡിഫിക്കൽറ്റി ഇൻ ബൈയിങ് ആൻഡ് സെല്ലിങ് ആൻഡ് കമ്പയറിങ്. മനസ്സിലായല്ലോ 2 കാര്യം? ആക്യുറസി കനോട്ട് ബി എൻഷേർഡ്, അതുപോലെ ഡിഫിക്കൽറ്റി ഇൻ ബൈയിങ് ആൻഡ് സെല്ലിങ് ആൻഡ് കമ്പയറിങ്. അടുത്തെന്താണ്?
അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി എ സ്റ്റാൻഡേർഡ് സ്കെയിൽ ഓഫ് ഡെഫിനിറ്റ് ലെങ്ത് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ മെഷറിംഗ് ലെങ്ത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ പ്രോബ്ലംസ് ഈ ഡിഫറെൻറ്റ് സ്കെയിൽ ഉപയോഗിക്കുന്നതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യും നമ്മൾ? എ സ്റ്റാൻഡേർഡ് സ്കെയിൽ ഓഫ് ഡെഫിനിറ്റ് ലെങ്ത് ഹാസ് ബീൻ റിക്കഗ്നൈസ്ഡ് വേൾഡ് വൈഡ് ഫോർ മെഷറിംഗ് ലെങ്ത്. വേൾഡ് വൈഡായിട്ട് ഒരു സ്റ്റാൻഡേർഡ് സ്കെയിൽ കണ്ടുപിടിച്ചു. ദിസ് സ്റ്റാൻഡേർഡ് സ്കെയിൽ ഈസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത്. ഈ സ്റ്റാൻഡേർഡ് സ്കെയിലാണ് നമ്മൾ ലെങ്തിൻ്റെ യൂണിറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഏതാണ്? ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ഇപ്പോൾ ലെങ്തിൻ്റെ ബേസിക് യൂണിറ്റ് ഏതാണ്? മീറ്റർ. അതിൻ്റെ സിമ്പൽ എന്താണ്? എം. മീറ്ററിലെ ഫസ്റ്റ് ലെറ്റർ എം. ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ഇറ്റ് സിമ്പൽ ഈസ് എം. അപ്പോൾ ഇതൊക്കെ പഠിക്കണം നമ്മൾ. ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ഇറ്റ് സിമ്പൽ ഈസ് എം. അപ്പോൾ മീറ്ററിനെ പറ്റി നമ്മൾ പഠിച്ചു. എന്താണ് ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത്? മീറ്റർ. ലെങ്ത് നമ്മൾ ഏത് യൂണിറ്റിലാണ് പറയുന്നത്? മീറ്ററിൽ. അതിൻ്റെ സിമ്പൽ എം ആണ്. അടുത്ത് നമുക്ക് സ്മോളർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് നോക്കാം. ചെറിയ യൂണിറ്റ്, ലെങ്തിൻ്റെ ചെറിയ യൂണിറ്റ്സൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നത് നോക്കാം. എക്സാമിൻ എ മീറ്റർ സ്കെയിൽ. ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു മീറ്റർ സ്കെയിൽ നമ്മൾ എക്സാമിൻ ചെയ്യണം. യു മൈറ്റ് ഹാവ് ഒബ്സർവ്ഡ് ലോങ് ലൈൻ ആസ് വെൽ ആസ് നമ്പേഴ്സ് മാർക്ക്ഡ് എലോങ് ഇറ്റ്സ് സൈഡ്സ്. മീറ്റർ സ്കെയിലിൽ നമുക്കറിയാം മീറ്റർ സ്കെയിൽ എങ്ങനെയാണ്? ലൈൻസും അടയാളപ്പെടുത്തിയിരിക്കും, അതുപോലെ നമ്പേഴ്സും അതിൻ്റെ കൂടെ കാണും അല്ലേ? നമ്പേഴ്സും കാണും, അതുപോലെ ലൈൻസും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ദ സ്കെയിൽ ഈസ് ഡിവൈഡഡ് ഇൻറ്റു, അതായത് മീറ്റർ സ്കെയിലാണ് പറയുന്നത്. എക്സാമിൻ എ മീറ്റർ സ്കെയിൽ ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. ദ സ്കെയിൽ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 100 ഈക്വൽ പാർട്സ് യൂസിങ് തിക്ക് ലൈൻസ്. 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. അപ്പോൾ മീറ്റർ സ്കെയിൽ എത്ര സെൻറ്റിമീറ്റർ കാണും? 100 ഈക്വൽ പാർട്സ്. 100 ഈക്വൽ പാർട്സ് കാണും. തിക്ക് ലൈൻസ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതിക്കോളൂ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? സ്കെയിൽ ഈസ് ഡിവൈഡഡ് ഇൻറ്റു, ദ മീറ്റർ സ്കെയിലിൻ്റെ കാര്യമാണ് പറയുന്നത്. മീറ്റർ സ്കെയിൽ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 100 ഈക്വൽ പാർട്സ് യൂസിങ് തിക്ക് ലൈൻസ്. ഈ 100 ഈക്വൽ പാർട്സിൽ 1 ഡിവിഷൻ കറസ്പോണ്ട്സ് ടു 1 സെൻറ്റിമീറ്റർ. 100 ഈക്വൽ പാർട്സ് ആണ്. അപ്പോൾ ഓരോ ഈക്വൽ പാർട്ട് എന്താണ്? അതിലുള്ള 1 ഡിവിഷൻ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ എത്ര സെൻറ്റിമീറ്റർ കാണും? 100 സെൻറ്റിമീറ്റർ കാണും 1 മീറ്റർ സ്കെയിലിൽ. അതുപോലെ നമുക്കറിയാം സ്കെയിലിൽ എങ്ങനെയാണ്? സ്കെയിലിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലിൽ ഈ 1 സെൻറ്റിമീറ്റർ ഈസ് അഗൈൻ ഡിവൈഡഡ് ഇൻറ്റു 1 സെൻറ്റിമീറ്റർ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു? 10 ഈക്വൽ പാർട്സ് യൂസിങ് തിൻ ലൈൻസ്. ഈ നമ്മുടെ സ്കെയിലിൽ 10 സെൻറ്റിമീറ്ററാണിത് കൊടുത്തിരിക്കുന്നത്. 10 സെൻറ്റിമീറ്ററാണിത് ഈ സ്കെയിലിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ 100 സെൻറ്റിമീറ്റർ വരുമ്പോഴാണ് 1 മീറ്റർ ആകുന്നത്. ഈ ഓരോ ഡിവിഷനും ഓരോ സെൻറ്റിമീറ്ററിനും ഇടയ്ക്ക് നമുക്ക് നോക്കിയാൽ കാണാം 10 ലൈൻസ് ഉണ്ട്. ചെറിയ കുഞ്ഞു വരകൾ 10 എണ്ണം ഉണ്ട്. ഈ ഓരോ ലൈനിനെ മില്ലിമീറ്റർ എന്നാണ് പറയുന്നത്. 1 മില്ലിമീറ്റർ, 2 മില്ലിമീറ്റർ, അങ്ങനെ 10 മില്ലിമീറ്റർ എത്തുമ്പോഴാണ് 1 സെൻറ്റിമീറ്റർ ആകുന്നത്. സ്കെയിലിലെ സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1 സെൻറ്റിമീറ്റർ ഡിവിഷൻ ഈസ് എഗൈൻ ഡിവൈഡഡ് ഇൻറ്റു 10 ഈക്വൽ പാർട്സ്. നിങ്ങൾ നോക്കിയാൽ മതി 1 സെൻറ്റിമീറ്ററിനിടയ്ക്ക് 10 കുഞ്ഞു വരയുണ്ട്. ഓരോ വരയും ഓരോ മില്ലിമീറ്ററാണ്. അപ്പോൾ ഏറ്റവും ചെറിയ അളവ് മില്ലിമീറ്ററാണ്. അത് 10 മില്ലിമീറ്റർ ചേരുമ്പോൾ 1 സെൻറ്റിമീറ്ററായി. എന്നാൽ ഈ സെൻറ്റിമീറ്റർ 100 ചേരുമ്പോൾ എന്തായി? 1 മീറ്ററായി. ദ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ. ഇൻ ഹൗ മെനി ഈക്വൽ പാർട്സ് 1 സെൻറ്റിമീറ്റർ ഡിവൈഡഡ്? ഹൗ മെനി ഈക്വൽ പാർട്സ് 1 സെൻറ്റിമീറ്റർ ഡിവൈഡഡ്? 10 ഈക്വൽ പാർട്സ് അല്ലേ? 1 സെൻറ്റിമീറ്റർ ഡിവിഷൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 10 ഈക്വൽ പാർട്സ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് സച്ച് ഡിവിഷൻ? എന്തിനാണ്? സ്മോളർ യൂണിറ്റ്സൊക്കെ നമ്മൾ ചെറിയ അളവുകളൊക്കെ നമ്മൾ അളക്കാൻ എന്താണ്? മീറ്ററിലല്ല, ചെറിയ അളവുകളൊക്കെ മില്ലിമീറ്ററും സെൻറ്റിമീറ്ററൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഒന്നും കൂടെ വായിക്കാം. 1 സെൻറ്റിമീറ്റർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 10 ഈക്വൽ പാർട്സ്. ദ ലെങ്ത് ഓഫ് ഈച്ച് പാർട്ട് ഈസ് 1 മില്ലിമീറ്റർ. ഞാൻ പറഞ്ഞു 1 സെൻറ്റിമീറ്ററിനിടയ്ക്ക് 10 ഡിവിഷനുണ്ട്. അതിൽ ഓരോന്നിനും എന്ത് പറയും? മില്ലിമീറ്റർ. അങ്ങനെയുള്ള 10 മില്ലിമീറ്റർ ലൈൻസ് ചേരുമ്പോൾ 1 സെൻറ്റിമീറ്ററായി. അപ്പോൾ 2 സെൻറ്റിമീറ്ററിനിടയ്ക്ക് എത്ര ലൈൻസ് കാണും? 20. 3 സെൻറ്റിമീറ്ററിനിടയ്ക്ക് എത്ര മില്ലിമീറ്റർ കാണും? 30 മില്ലിമീറ്റർ. അപ്പം 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു
10 millimeter. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ചെറിയ അളവ് മില്ലിമീറ്ററാണ്. ആ 10 millimeter ചേരുമ്പോൾ 1 centimeter ആയി. അതുപോലെ 100 centimeter ചേരുമ്പോൾ 1. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ എന്താ കൊടുത്തിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് ഹൗ മെനി millimeter ഈസ് 1 meter. ഇതാ ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ഹൗ മെനി millimeter ഈസ് 1 meter. 1 മീറ്ററിൽ എത്ര മില്ലിമീറ്ററാണ് ഉള്ളത്? നമുക്കറിയാം 1 സെൻറ്റിമീറ്ററിൽ 10 millimeter ഉണ്ട്. 1 സെൻറ്റിമീറ്ററിൽ 10 millimeter ഉണ്ട്. നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ചേരുമ്പോഴാണ്? 100 centimeter. അപ്പോൾ 1 മീറ്ററിൽ 100 centimeter ഉണ്ടെങ്കിൽ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? 100 centimeter ഇൻറ്റു 10 millimeter. കാരണം 1 സെൻറ്റിമീറ്ററിൽ 10 millimeter ഉണ്ടെങ്കിൽ 100 centimeterൽ 100 ഇൻറ്റു 10 millimeter. അപ്പോൾ എത്ര കിട്ടും? 1000 millimeter. 1 മീറ്ററിൽ 1000 millimeter ആണ്. കാരണം 1 സെൻറ്റിമീറ്ററിൽ 10 millimeter ആണ്. അങ്ങനെയാണെങ്കിൽ 100 centimeterൽ 100 ഇൻറ്റു 10, അങ്ങനെ 1000 millimeter. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 1 meter ഈസ് ഈക്വൽ ടു 1000 millimeter. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് ഡ്രോ എ ലൈൻ സെഗ്മെൻറ്റ് ഓഫ് ലെങ്ത് 8 centimeter ഇൻ യുവർ സയൻസ് ഡയറി ആൻഡ് മാർക്ക് ദ ഫോളോയിങ്. എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് 8 centimeter. അതിൽ പി ക്യു എത്രയാണ്? പി ക്യു 6 millimeter. പി ക്യു എത്രയാണ്? പി മുതൽ ക്യു വരെ 6 millimeter. അതായത് 1 centimeter ആയില്ല. 6 ചെറിയ വരകൾ. അപ്പോൾ 6 millimeter. പി ആർ ഇസ് ഈക്വൽ ടു പി ആർ. ഈ ആർ വരെ എത്രയാണ്? 16 millimeter. 16 millimeter ആകുമ്പോൾ നമുക്കറിയാം 16 എന്ന് പറയുന്നത് 10 millimeter പ്ലസ് 6 millimeter ആണ്. അപ്പോൾ 10 millimeter വരുമ്പോൾ 1 centimeter ആയി. അപ്പോൾ 1 centimeter പിന്നെ ബാക്കി 6 millimeter എന്ന് പറയാം അല്ലേ? 1 centimeterഉം 6 millimeter ആണ്. 16 millimeter നമുക്ക് 16ൽ 10 ഉണ്ട്. 10 പ്ലസ് 6 ആണ് 16. അതിൽ 10 millimeter വരുമ്പോഴേ 1 centimeter ആയി. 1 centimeter ആയി. അപ്പോൾ 1 centimeterഉം 6 millimeterഉമാണ് പി മുതൽ ആർ വരെ. പി എസ് ഇസ് ഈക്വൽ ടു 5. പി എസ് ഇസ് ഈക്വൽ ടു പി മുതൽ എസ് വരെ എത്രയാണ്? 5 centimeter. The smallest length that can be accurately measured using a meter scale is its least count. ഇപ്പോൾ മീറ്റർ സ്കെയിലിൽ 1 മുതൽ millimeter മുതൽ പിന്നെ 100 centimeter വരെ വരുന്നുണ്ട്. അപ്പോൾ ഈ മീറ്റർ സ്കെയിലിലെ ലീസ്റ്റ് കൗണ്ട്, ചെറിയ അളവ് എന്താണ്? millimeter ആണ്. സ്മോളസ്റ്റ് ലെങ്ത് that can be accurately measured using meter scale is its least count. ചെറിയ കൗണ്ട്, അതായത് മീറ്റർ സ്കെയിലിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള കൗണ്ട് ഏതാണ്? millimeter. millimeter, centimeter ആൻഡ് മീറ്റർ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നിങ്ങളത് നോട്ട്ബുക്കിൽ കുറിക്കുകയെങ്കിലേ മനസ്സിലാവുള്ളൂ. ബ്ലാക്ക് ബോർഡിൽ എഴുതും പോലെ കാണാത്തതുകൊണ്ട് നിങ്ങൾക്കത് നല്ലവണ്ണം മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറയുമ്പോൾ നോട്ട്ബുക്കിൽ അതുകൂടി കുറിക്കണം. അടുത്ത പാർട്ട് ഏതാ? മെഷറിങ് ദ തിക്നെസ് ഓഫ് എ തിൻ പേപ്പർ. ആ ആക്ടിവിറ്റി എന്താണ്? ലീസ്റ്റ് ആയിട്ടുള്ള, അതായത് ലീസ്റ്റ് കൗണ്ടൊക്കെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന്. ചെറിയ അളവുകൾ, മില്ലിമീറ്ററിനെക്കാളും ചെറിയ, സെൻറ്റിമീറ്ററിനെക്കാളും ചെറിയ അളവുകളുണ്ട്. അതൊക്കെ എങ്ങനെ മെഷർ ചെയ്യാമെന്നാണ്. ഇതാ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ക്യാൻ യു മെഷർ എ ലെങ്ത് ലെസ് ദാൻ എ millimeter യൂസിങ് എ മീറ്റർ സ്കെയിൽ. മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് മില്ലിമീറ്ററിനെക്കാളും ചെറിയ അളവ് മെഷർ ചെയ്യാൻ കഴിയുമോ? For example, let's see how we can measure the thickness of a sheet of paper. ഒരു ഷീറ്റ് പേപ്പറിൻ്റെ തിക്നെസ് എത്രയാണെന്ന് നമുക്ക് കാണണം. നമുക്കതെങ്ങനെ മീറ്റർ സ്കെയിലും അല്ലെങ്കിൽ സെൻറ്റിമീറ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ടേക്ക് 100 sheets ഓഫ് പേപ്പർ ആൻഡ് പൈൽ ഇറ്റ് അപ്പ് ടു മേക്ക് എ ബണ്ടിൽ. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഷീറ്റിൻ്റെ തിക്നെസ്സാണ് കാണേണ്ടത്. നമുക്ക് അങ്ങനെ കാണാൻ സ്കെയിൽ വെച്ചിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 100 ഷീറ്റ്സ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെച്ചൊരു ബണ്ടിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? മെഷർ ദ ഹൈറ്റ് ഓഫ് ദിസ് ബണ്ടിൽ യൂസിങ് എ സ്കെയിൽ. എന്നിട്ട് നമുക്ക് ഒരു ഹൈറ്റ് വന്നല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്കെയിൽ വെച്ചിട്ട് ഹൈറ്റ് നോക്കാം.
If it falls in between two markings, make suitable changes in the number of sheets, then measure its heights. ചെറിയ വ്യത്യാസമൊക്കെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചും കൂടെ പേപ്പർ വെച്ചിട്ട് നമുക്കൊരു കറക്റ്റ് ഒരു അളവിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് മില്ലിമീറ്ററൊക്കെയാണ് ഇടയ്ക്ക് കുഞ്ഞളവൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ 1 സെൻറ്റിമീറ്റർ ആക്കി വീണ്ടും പേപ്പർ വയ്ക്കാം. ഇതാ ടേബിളിൻ്റെ പുറത്ത് ഒരു ഷീറ്റിൻ്റെ കാണാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് ബണ്ടിലാക്കിയിട്ട് അതിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുക. ഇനി നമുക്ക് എളുപ്പമാണ്. എങ്ങനെയാണ്? ഇപ്പോൾ എത്ര ഹൈറ്റ് ഉണ്ട്, തിക്നെസ് ഓഫ് ഒരു പേപ്പറിൻ്റെ 1 പേപ്പറിൻ്റെ തിക്നെസ് കാണാൻ ഇത് മെഷർ ചെയ്തപ്പോൾ എത്ര കിട്ടിയെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ മെഷർ ചെയ്തപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ. അപ്പം 3 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് ഷീറ്റ്സ് നോക്കണം. എത്ര ഷീറ്റ്സ് ഉണ്ട്, എത്ര ഷീറ്റ്സ് ഓഫ് പേപ്പർ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് തിക്നെസ് ഓഫ് 1 പേപ്പർ കിട്ടി. അതായത് തിക്നെസ് ഓഫ് 1 പേപ്പർ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ബണ്ടിൽ അല്ലേ. ഈ ബണ്ടിലിൻ്റെ ഹൈറ്റിനെ ഇത്രയും എത്ര എണ്ണം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 50 ഷീറ്റ് വെച്ചു, 50 ഷീറ്റ്സ് വെച്ചപ്പോഴാണ് 3 സെൻറ്റിമീറ്റർ കിട്ടിയെന്ന് വെക്കുക. അപ്പോൾ 3 സെൻറ്റിമീറ്റർ എന്താണ് അതിൻ്റെ ഹൈറ്റ്, 3 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷീറ്റ്സ് എത്രയാണ് 50, 50. അപ്പോൾ 3 ഡിവൈഡ് ബൈ 50 എന്ന് വെച്ചാൽ ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ് 50. അപ്പോൾ അത് കിട്ടുന്നത് എന്താണ്, തിക്നെസ് ഓഫ് 1 പേപ്പറാണ്. ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേപ്പർ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 പേപ്പറിൻ്റെ തിക്നെസ് കിട്ടി. മനസ്സിലായല്ലോ? അതുപോലെ ഹൗ ടു മെഷർ ദ തിക്നെസ് ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ മെഷർമെൻറ്റ് കാണണം. അതെങ്ങനെ കാണാം നമുക്ക്? വൂണ്ട് ദ സ്ട്രിങ് ഓൺ എ സ്കെയിൽ അപ് ടു 1 സെൻറ്റിമീറ്റർ. ഒരു 1 സെൻറ്റിമീറ്റർ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്കെയിലിലോ പെൻസിലോ, ഇതിലെന്താണ് പെൻസിലാണ് കൊടുത്തേക്കുന്നത്, നമ്മൾ ആ സ്ട്രിങ്ങിനെ ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ 1 സെൻറ്റിമീറ്റർ വരെ ചുറ്റിയത്. കൗണ്ട് ദ നമ്പർ ഓഫ് വൈൻഡിങ്സ്. എത്ര ചുറ്റി വന്നിരിക്കുന്ന വൈൻഡിങ്സ് നോക്കുക. ഇതാ എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന്. ആ 1 സെൻറ്റിമീറ്റർ വരെ വൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 1 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വൈൻഡിങ്സ്, അത് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും, തിക്നെസ് ഓഫ് 1 സ്ട്രിങ്. അപ്പോൾ തിക്നെസ് ഓഫ് 1 സ്ട്രിങ് കാണാൻ 1 സെൻറ്റിമീറ്റർ വരെയാണ് നമ്മൾ ചുറ്റുന്നതെങ്കിൽ ആ 1 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ എത്ര വൈൻഡിങ്സ് വന്നു, എത്ര ചുറ്റി അവിടെ വന്നു, അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ തിക്നെസ് ഓഫ് 1 സ്ട്രിങ് കിട്ടി. മനസ്സിലായല്ലോ? അതുപോലെ നമുക്ക് വേറൊന്നുണ്ട്, മെത്തേഡ് ടു മെഷർ ദ ലെങ്ത് ഓഫ് എ കർവ്ഡ് ലൈൻ. കർവ്ഡ് ലൈനിൻ്റെ ലെങ്ത്, ഇപ്പോൾ കർവ് ആയിട്ടുള്ള ലൈനാണത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, അതെങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റുന്നത്? ഒരു ടേക്ക് ദ ലോങ് ത്രെഡ്, ഒരു ലോങ് ത്രെഡ് എടുത്തിട്ട് 1 എൻഡ് ഓഫ് ദ ത്രെഡ് ഈസ് ഫിക്സ്ഡ് അറ്റ് പോയിൻറ്റ് എ ഓഫ് ദ ലൈൻ. ഈ ലൈനിൻ്റെ അവിടെ എ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എയിൽ ഒരു 1 എൻഡ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക. കീപ്പിംഗ് ദ എൻഡ് ഓഫ് ദ ത്രെഡ് അറ്റ് എ, the thread is moved along the curved line and brought to the end B of the line. ഈ കർവ് ലൈനിൽ കൂടെ താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ നൂല് കൊണ്ടുപോകാം. സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഈ കർവ് എങ്ങനെയാണോ പോയിരിക്കുന്നത് അതേ ഷേപ്പിൽ നൂല് അതിൻ്റെ പുറത്തുകൂടെ കൊണ്ടുവന്ന് ബിയിൽ അവസാനിപ്പിക്കും അല്ലേ. പിന്നെ എന്ത് ചെയ്യണം, ത്രെഡിനെ കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യണം, മെഷർ ദ ലെങ്ത് ഓഫ് ദ ത്രെഡ് യൂസിങ് എ മീറ്റർ സ്കെയിൽ. മീറ്റർ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ത്രെഡിനെ മെഷർ ചെയ്ത് നോക്കണം. ദിസ് ഗീവ്സ് ദ ലെങ്ത് ഓഫ് ദ കർവ്ഡ് ലൈൻ. ഇതാണ് എന്താണ് കർവ്ഡ് ലൈനിൻ്റെ ലെങ്ത്. മനസ്സിലായല്ലോ? എയിൽ നൂല് ഫിക്സ് ചെയ്തിട്ട് ആ കർവ്ഡ് ലൈനിൻ്റെ അതേ ഷേപ്പിൽ നൂലിങ്ങനെ വളച്ച് കൊണ്ടുവന്ന് ബിയിൽ കൊണ്ടുവന്ന് നിർത്തി കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഓരോ ആക്ടിവിറ്റി നമുക്ക് തരുന്നതാണ്. അടുത്തെന്താണ്, മെത്തേഡ് ടു ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് എ സ്ഫിയർ. ഒരു സ്ഫിയറിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യണം. ഒരു സ്ഫിയറാണ്, അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? പ്ലേസ് ദ സ്ഫിയർ ബിറ്റ്വീൻ 2 വുഡൻ ബ്ലോക്സ് ആസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 ബ്ലോക്കിനിടയിൽ ഈ സ്ഫിയർ വയ്ക്കണം. അത് കഴിഞ്ഞ് മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ഫേസസ് ഓഫ് ദ ബ്ലോക്സ് ടച്ചിങ് ദ സ്ഫിയർ യൂസിങ് എ മീറ്റർ സ്കെയിൽ. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് സ്ഫിയറിനെ ടച്ച് ചെയ്തുകൊണ്ട് ആ ഡിസ്റ്റൻസ് അളക്കുക. ആ ബ്ലോക്കിൽ നിന്നും അടുത്ത ബ്ലോക്ക് വരെ
ആ ഡിസ്റ്റൻസ് മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യണം. ദിസ് ഗീവ്സ് ദ ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ. ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോന്നും ലെങ്ത് മെഷർ ചെയ്ത് അതിൻ്റെ ലെങ്ത് അവിടെ എഴുതണം. ലെങ്ത് ഓഫ് ദ കർവ്ഡ് ലൈൻ, ഡയമീറ്റർ ഓഫ് ദ ബോൾ, മനസ്സിലായല്ലോ. തിക്നെസ് ഓഫ് പേപ്പർ, ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്ത് എഴുതുക. അടുത്ത് നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായ കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സ്മോളർ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? സ്മോളർ യൂണിറ്റ്സ്, ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. സ്മോളർ യൂണിറ്റ്സ് ലൈക്ക് ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ച ഏറ്റവും ചെറുത് മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ. ഇതാണ് ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ഇപ്പോൾ ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ അതുപോലെ ബാക്കി സ്മോളർ യൂണിറ്റ്സ്, ബിഗ്ഗർ യൂണിറ്റ്സ് അടുത്ത പാർട്ടിൽ പഠിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.